നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ എന്നെ കൊന്നുകളഞ്ഞേക്ക്. അതായിരുന്നു വിനോദിനി അവസാനമായിട്ട് ഈ ലോകത്തോടും കാമുകനോടും പറഞ്ഞ വാക്ക്. അതിനുശേഷം അവൾ പിന്നീട് സംസാരിച്ചിട്ടില്ല. അവളുടെ ചലനമറ്റ ശരീരം ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് എടുത്തുയർത്തുമ്പോൾ അവൾക്ക് ജീവനുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിലെ റീലിലൂടെ കണ്ട് പരിചയപ്പെട്ട് റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം നമ്മയെല്ലാം ബോധ്യപ്പെടുത്തുന്ന, അത് അനുഭവിച്ചറിഞ്ഞ കുട്ടിയായിരുന്നു വിനോദിനി. എന്താണ് വിനോദിനിക്ക് സംഭവിച്ചത്? ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ഭരിച്ചിരുന്ന പ്രണയസുന്ദരിക്ക് എന്താണ് റിയൽ ലൈഫിൽ സംഭവിച്ചത്? റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന സംഭവം കൂടിയായിരുന്നു വിനോദിനി വധക്കേസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിനോദിനി വധക്കേസിനെ കുറിച്ചാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്ത് പ്രകൃതി രമണീയമായ പച്ചപ്പ് കൊണ്ട് സമ്പന്നമായ കടയനല്ലൂർ എന്ന ചെറിയ ഗ്രാമം. വളരെ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചിരുന്ന കടയനല്ലൂർ എന്ന ഗ്രാമത്തിന്റെ തൊട്ടപ്പുറത്തെ ഗ്രാമമാണ് വലസായി. ഓഗസ്റ്റ് 15 വലസായിലെ ഒഴിഞ്ഞ ഒരു പറമ്പിലെ ഉപയോഗശൂന്യമായ ഒരു കിണറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഏതാണ്ട് 20-നും 25-നും ഇടക്ക് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. പോലീസിന് സൂചനയായി കിട്ടിയത് അവളുടെ കയ്യിലെ ഒരു ടാറ്റു മാത്രമാണ്. MV എന്ന് പച്ചകുത്തിയിരുന്ന ഒരു ടാറ്റു ആയിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ ഒരൊറ്റ സൂചന വെച്ച് വേണം പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം തുടങ്ങി. മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ആയതുകൊണ്ട് തന്നെ കേവലം ഈ ഒരു ടാറ്റു വെച്ച് തന്നെ ഈ ആളെ തിരിച്ചറിയുകയും അതിന്റെ കാരണക്കാരെ പിടികൂടുകയും ചെയ്തു. എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി വിട്ടുകൊടുത്തു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളുടെയും മിസ്സിംഗ് കേസുകളെ കുറിച്ച് വിശദമായി പരിശോധിച്ചു. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട പ്രാഥമിക നടപടികൾ എല്ലാം തന്നെ പോലീസുകാർ ചെയ്തു കഴിഞ്ഞു. മിസ്സിംഗ് കേസുകളുടെ പരിശോധനയ്ക്ക് ശേഷവും CCTV പരിശോധനയ്ക്ക് ശേഷവും കാര്യമായ ഒരു പരാതികളോ മിസ്സിംഗ് കേസുകളോ പോലീസിന് ലഭിച്ചില്ല. അവർ അങ്ങേയറ്റം നിരാശരായി. എന്തായാലും അന്വേഷണത്തിന്റെ പരിധി വിപുലീകരിക്കാനായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത നീക്കം. എന്തായാലും അവർ അന്വേഷണത്തിന്റെ പരിധി അല്പം വിപുലീകരിച്ചു. അപ്പോഴാണ് നിർണായകമായ ഒരു വിവരം അവർക്ക് ലഭിക്കുന്നത്. ശിവഗംഗ എന്ന സ്ഥലത്തിനടുത്ത് ഇരുവാണിവയൽ എന്നൊരു ഗ്രാമത്തിൽ 19 വയസ്സുള്ള വിനോദിനി എന്ന കുട്ടിയെ കാണാതായിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിലും MV എന്ന് ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സൂചനകൾ ഒത്തുനോക്കിയ ശേഷം കിണറ്റിൽ നിന്ന് ലഭിച്ച മൃതദേഹം വിനോദിനിയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്താണ് വിനോദിനിക്ക് സംഭവിച്ചത്? പോലീസ് വിശദമായ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചു. വിനോദിനിയുടെ വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. ഈ സംഭവം നടക്കുന്നതിന്റെ കേവലം 4 മാസം മുൻപ് മാത്രമായിരുന്നു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. ശിവഗംഗ സ്വദേശിനിയായ വിനോദിനിയുടെ മൃതദേഹം ലഭിച്ചത് തെങ്കാശിക്കടുത്ത വലസായി എന്ന ഗ്രാമത്തിൽ വെച്ചാണ്. അതായത് ഏകദേശം 200 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ. തെങ്കാശിക്കടുത്ത വലസായിയും ശിവഗംഗ എന്ന ഗ്രാമവും തമ്മിൽ 200 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള വിനോദിനി എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ എത്തിയത് എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് പതിയെ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പോലീസിന് വളരെ നിർണായകമായ മറ്റൊരു വിവരം ലഭിക്കുന്നത്. വിനോദിനി ഒരു യുവാവിനൊപ്പം ഗ്രാമത്തിലൂടെ ഇരുചക്ര വാഹനത്തിൽ ചുറ്റിക്കറങ്ങുന്നതായി ചില പ്രദേശവാസികൾ കണ്ടിരുന്നു. ആ വിവരം അവർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് CCTV പരിശോധനകൾക്ക് തയ്യാറായി. CCTV പരിശോധിച്ച പോലീസിന് ഒരു കാര്യം മനസ്സിലായി. വിനോദിനി ചുറ്റിക്കറങ്ങിയിരുന്ന ആ യുവാവ് വിനോദിനിയുടെ ഭർത്താവായിരുന്നില്ല.
പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. വിനോദിനിയുടെ വിവാഹം വീട്ടുകാർ നിർബന്ധിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു. വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വിനോദിനി മനോരഞ്ജിത്ത് എന്ന ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ റീല് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. വിനോദിനിയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റുവിലെ MV എന്ന അക്ഷരം, M എന്ന അക്ഷരം മനോരഞ്ജിത്തിന്റെയും V എന്ന അക്ഷരം വിനോദിനിയുമായിരുന്നു സൂചിപ്പിച്ചതെന്ന് പിന്നീട് അന്വേഷണത്തിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തി. ഇവരുടെ പ്രണയം അതീവ ഗാഢമായതിനാൽ തന്നെ ഇടയ്ക്കിടെ മനോരഞ്ജിത്തിന്റെ ഗ്രാമത്തിൽ വന്ന് വിനോദിനി സന്ദർശനം നടത്താറുണ്ടായിരുന്നുവെന്നും തുടർന്ന് അവർ ഇരുചക്ര വാഹനങ്ങളിൽ ആ ഗ്രാമം മുഴുവൻ കറങ്ങാറുണ്ടായിരുന്നുവെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ ബന്ധം വിനോദിനിയുടെ വീട്ടിൽ എല്ലാവരും അറിയാൻ തുടങ്ങി. വീട്ടുകാർ നഖശികാന്തം മനോരഞ്ജിത്തുമായുള്ള വിവാഹത്തെ എതിർത്തു. മാത്രമല്ല വിനോദിനിക്ക് മറ്റൊരു വിവാഹവും ഇതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ വീട്ടുകാർ ഒരുക്കി കഴിഞ്ഞു. വിനോദിനി ഒരു ഘട്ടത്തിൽ എതിർത്തെങ്കിലും വീട്ടുകാർ നിർബന്ധിച്ചു. അങ്ങനെയാണ് കൊല്ലപ്പെടുന്നതിന് 4 മാസം മുൻപ് വിനോദിനി വിവാഹിതയായത്. വിനോദിനിയുടെ വിവാഹവിവരം അറിഞ്ഞ മനോരഞ്ജിത്ത് വിഷം കഴിക്കുകയും ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജീവഹാനിയൊന്നും സംഭവിച്ചില്ല. മനോരഞ്ജിത്ത് രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ വിനോദിനി ഏറെ സന്തോഷിച്ചു. അവൾ വീണ്ടും അവനുമായി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ബന്ധം വീണ്ടും അതീവ ഗാഢമായി തുടർന്നു. ഇതിനിടെ വിനോദിനി സ്വന്തം വീട്ടുകാരെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മനോരഞ്ജിത്തിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നായിരുന്നു ഈ തീരുമാനം അവൾ എടുത്തിരുന്നത്. അങ്ങനെ വിനോദിനി ഒരു ദിവസം മനോരഞ്ജിത്തിന്റെ ഗ്രാമത്തിലേക്ക് വരികയും അവർ ഒന്നിച്ച് താമസിക്കാനും തുടങ്ങി. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് വിനോദിനിയുടെ മൃതദേഹം വാൾസായിലെ ആ ഉപയോഗശൂന്യമായ കിണറിൽ നിന്ന് ലഭിക്കുന്നത്. മനോരഞ്ജിത്തിനെ ചോദ്യം ചെയ്താലേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്ന് പോലീസിന് അതിനോടകം തന്നെ മനസ്സിലായി. പോലീസ് മനോരഞ്ജിത്തിനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പോലീസിന് മനോരഞ്ജിത്തിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും കണ്ടെത്താനേ സാധിച്ചില്ല. വിശദമായ തിരച്ചിലുകൾക്ക് ശേഷം മനോരഞ്ജിത്തിനെ ചെന്നൈയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാരെ കോയമ്പത്തൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ മനോരഞ്ജിത്ത് പോലീസിനോട് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു. മനോരഞ്ജിത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വിനോദിനി തന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷവും ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റു പുരുഷന്മാരായി ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് മനോരഞ്ജിത്ത് പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ പേരിൽ അവർ സ്ഥിരമായി വഴക്കിടാറുണ്ടെന്നും സ്ഥിരമായി പിണങ്ങാറുണ്ടെന്നും മനോരഞ്ജിത്ത് പോലീസിനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വലിയ രീതിയിൽ വഴക്കുമൂത്തപ്പോൾ വിനോദിനി സങ്കടം കൊണ്ടോ മറ്റോ പറഞ്ഞു, നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ എന്നെ കൊന്നേക്കോ. ഇത് കേട്ട് അങ്ങേയറ്റം പ്രകോപിതനായ മനോരഞ്ജിത്ത് അടുത്തിരുന്ന വലിയൊരു കല്ലെടുത്ത് വിനോദിനിയുടെ തലക്ക് അടിക്കുകയായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ നിലത്ത് വീണ് രക്തം വാർന്ന് വിനോദിനി മരണപ്പെട്ടു. ഭയന്നുപോയ മനോരഞ്ജിത്ത് തന്റെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചെഴുതുകയായിരുന്നു. ഒരുപാട് ആലോചനയ്ക്ക് ശേഷം സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു, വാൾസായി ഗ്രാമത്തിൽ ഒരു ഉപയോഗശൂന്യമായ കിണറുണ്ട്, നമുക്ക് അതിൽ ഉപേക്ഷിക്കാം എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും മനോരഞ്ജിത്തും അതിന് തയ്യാറായി. അങ്ങനെ വിനോദിനിയുടെ മൃതദേഹവുമായി അവർ വാൾസായിലേക്ക് യാത്രയായി. തുടർന്ന് അവർ ആ മൃതദേഹം അവിടുത്തെ ആ ഉപയോഗശൂന്യമായ കിണറ്റിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. നിലവിൽ കേസിൽ മനോരഞ്ജിത്തും സുഹൃത്തുക്കളും ഇപ്പോഴും ജയിലിലാണ്. ഇതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, റിയൽ ലൈഫും രണ്ടാണ്. റിയൽ ലൈഫിൽ നിങ്ങൾ കാണുന്നത് മനോഹരമായ സന്ദർഭങ്ങൾ മാത്രമാണ്. റിയൽ ലൈഫിൽ മനോഹരമായ സന്ദർഭങ്ങൾക്കൊപ്പം തന്നെയും പട്ടിണിയുടെയും
പരിവട്ടത്തിന്റെയും കടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വലിയൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മുതിർന്നവരായാലും ചെറിയവരായാലും എല്ലാവരും അത് മനസ്സിലാക്കേണ്ട അത്യാവശ്യ കാര്യം തന്നെയാണ്. റീൽ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയിച്ച് പിന്നീട് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന നിരവധി കേസുകൾ അടുത്ത കാലത്തായി നമ്മളെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മളോട് പറയുന്നതോ അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതോമായ ഒരു കാര്യം മാത്രമാണ്. റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.